ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ആരാധനയുടെയും വിജയത്തിന്റെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം. നവരാത്രിയുടെ അവസാനം 3 ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്ന പേരുകളിൽ ഈ 3 ദിനങ്ങളും അറിയപ്പെടുന്നു. പ്രധാനമായും സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. സ്ത്രീശക്തി, മഹാശക്തി, മാതൃത്വം, യുവത്വം, ബാലിക, ഊർവരത, ഐശ്വര്യം, വിദ്യ തുടങ്ങി ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിപരാശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷപ്പെടാറുണ്ട്. ദസറ, ദുർഗാപൂജ എന്നീ പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടാറുണ്ട്. കേരളത്തിൽ സരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യമേറെയാണ്. ഇത് വിദ്യാരംഭം എന്നാണ് അറിയപ്പെടുന്നത്. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രാധാന്യം ചെയ്യുന്നു എന്നാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം. പൊതുവെ ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് പറയാറ്. 9 പകലും രാത്രിയും നടക്കുന്ന സുന്ദരവും ഭക്തിദിഗ്ധവുമുള്ള ഉത്സവമാണ് നവരാത്രി. കന്നിമാസ കർത്തവാവ് കഴിഞ്ഞ് പ്രഥമം മുതൽ 9 ദിവസമാണ് ആഘോഷം. മഹിഷാസുരനെ നിഗ്രഹിക്കുവാൻ പാർവതി, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി രൂപം പൂണ്ട് 9 ദിനം വ്രതമനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തിയാർജിച്ചെന്നാണ് നവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം. കേരളത്തിൽ നവരാത്രി ആയുധ പൂജയുടെയും വിദ്യാരംഭത്തിന്റെയും സമയമാണ്. അഷ്ടമി നാളിൽ എല്ലാവരും പണിയായുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നു. മഹാനവമി ദിവസം മുഴുവൻ പൂജയ്ക്ക് വച്ച ശേഷം വിജയദശമി ദിവസം കുട്ടികളെ ഏറ്റുനിർത്തുന്നു എന്നാണ് വിശ്വാസം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചത് നവരാത്രിയുടെ അവസാനമാണെന്ന് കരുതി വരുന്നുണ്ട്.